അള്ളാഹുവിന്റെ നാമങ്ങളോടൊപ്പം ബിസ്മിയിൽ തന്നെ ആ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന അള്ളാഹുവിന്റെ സിഫത്തുകളാണ് അള്ളാഹുവിനായി ഉപയോഗിച്ചത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളമായി പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തന്നെ പറയുന്നു, എന്റെ റഹ്മത്ത് സകല സൃഷ്ടികളെയും വിശാലമാക്കുന്നതാണ്, ഉൾക്കൊള്ളുന്നതാണ്. ഇഹലോകത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് കാരുണ്യം എല്ലാ സൃഷ്ടികളെയും പൊതിയുന്നവർക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നവർക്കും തഖ്വയുള്ളവർക്കും സകാത്ത് കൃത്യമായി കൊടുത്തു കൊടുക്കുന്നവർക്കും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും പ്രത്യേകമായ കരുണ ചെയ്യുന്നവരാണ്. റഹ്മാനും റഹീം എന്ന ആ രണ്ട് ഇസ്മുകൾ തന്നെ സൂചിപ്പിക്കുന്നതാണ് ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്നവനും, എന്നാൽ ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവർക്ക് നാളെ ആഖിറത്തിൽ പ്രത്യേകമായി കരുണ ചെയ്യുന്നവരുമാണ് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിനോട് വിശാലമായി ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തോട് തുല്യമായ ഒന്നുമില്ല. അല്ലാഹു തന്നെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു കാരുണ്യവാനും ഐശ്വര്യവാനുമാണ്. മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ രക്ഷിതാവ് വിശാലമായ റഹ്മത്തിന്റെ ഉടമസ്ഥനാണ്, ധാരാളമായി കാരുണ്യം ചെയ്യുന്നവനാണ് എന്ന് മാത്രമല്ല സൃഷ്ടികൾക്ക് കരുണ ചെയ്യലിനെ അവൻ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സൂചിപ്പിച്ചതുപോലെ സൃഷ്ടികൾക്ക് കാരുണ്യം ചെയ്യലിനെ തന്റെ മേൽ ബാധ്യതയായി നിർണയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വലിയ വിശേഷണം തന്നെയാണത്, അള്ളാഹുവിന്റെ കാരുണ്യം എന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചല്ലോ, ഒരു ഉമ്മാക്ക് തന്റെ കുട്ടിയോടുള്ള സ്നേഹത്തെക്കാളും കാരുണ്യത്തെക്കാളും റബ്ബിലേക്ക് തന്റെ സൃഷ്ടികളോട് കാരുണ്യമുണ്ട് എന്നുള്ളതാണ്. ഒരു ഇതം കഴിക്കുന്ന ഒരു വേളയിൽ ഉമ്മാക്ക് തന്റെ ചെറിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ആ ഉമ്മാനെ വെപ്രാളമുണ്ടായിരിക്കും. ആ ഉമ്മ വെപ്രാളപ്പെട്ടുകൊണ്ട് ബേജാറായി ആ കുഞ്ഞിനെ ഇങ്ങനെ കരുതുകയാണ്. സഹാബത്തും ആ ഉമ്മയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയെ കിട്ടി. ആ കുട്ടിയെ നഷ്ടപ്പെട്ടു പോയ കുട്ടിയെ കിട്ടിയ ഉടനെ ഉമ്മ ആ കുട്ടിയെ മാറോട് ചേർത്തുകൊണ്ട് ഗുരുതരാത്മാവുന്ന രംഗം കണ്ടപ്പോ സഹാബത്തിനോട് ചോദിച്ചു, ആ ഉമ്മാക്ക് തന്റെ കുഞ്ഞിനോടുള്ള കാര്യങ്ങളെ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഉമ്മാക്ക് തന്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാളും വാത്സല്യത്തെക്കാളും വലിയ കാരുണ്യവും വാത്സല്യവും അല്ലാഹുവിന് തന്റെ സൃഷ്ടികളോടുണ്ട് എന്നുള്ളതാണ്. ദുനിയാവിൽ ഒരിക്കലും തുല്യതയില്ലാത്ത സ്നേഹമാണ് പ്രസവിച്ച തന്റെ കുഞ്ഞിനോട് ഉമ്മാക്കുള്ള സ്നേഹം. അതിനേക്കാളും അപ്പുറമാണ് അല്ലാഹുവിന്റെ കാരുണ്യമെന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൃഷ്ടികളെ ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ചപ്പോൾ മലായികത്തോട് അല്ലാഹു തആല കൽപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ലമ്മാ ഖലഖ ഖൽഖ കതബ ഇന്നഹു ഫൗക അർശി. അല്ലാഹു തആല സൃഷ്ടികളെ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ മലായികത്തോട് കൽപ്പിച്ചു അർശിന്റെ മുകളിൽ എഴുതി വെക്കാൻ ഇന്ന റഹ്മതി സബഖത ഗളബി, എന്റെ കാരുണ്യം എന്റെ റഹ്മത്ത് എന്റെ ഗളബിനെ മറികടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോപത്തെ അല്ലാഹുവിന്റെ കാരുണ്യം മറികടന്നിരിക്കുന്നു. അല്ലാഹുവിന് എപ്പോഴും കാരുണ്യമാണ് ഉണ്ടാവുക എന്ന് അർശിന്റെ മുകളിൽ എഴുതി വെക്കാൻ
കുട്ടികൾക്കിടയിലും ഇഴജന്തുക്കൾക്കിടയിലും അല്ലാഹു തആല ഇറക്കിയിരിക്കുന്നത് അവന്റെ 100 റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്തിന് മാത്രമാണ്. ആ റഹ്മത്ത് കൊണ്ടാണ് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നതും അതേപോലെ ഉമ്മ കുട്ടിയെ സ്നേഹിക്കുന്നതും ഇഴജന്തുക്കൾ കാരുണ്യം കാണിക്കുന്നതും എത്രത്തോളം എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ പോലും തന്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുന്നതുമൊക്കെ അല്ലാഹു തആല ഈ ഇറക്കിയ ഒരു റഹ്മത്തിൽ കൊണ്ട് മാത്രമാണ്. എന്നാൽ അവന്റെ 99 റഹ്മത്തുകളെയും അല്ലാഹു തആല ബാക്കിയുള്ള 99 റഹ്മത്തിനെയും ഖിയാമത്ത് നാളിൽ തന്റെ അടിമകൾക്ക് കരുണ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഒരൊറ്റ റഹ്മത്ത് കൊണ്ട് ദുനിയാവിൽ ഇത്രമാത്രം സ്നേഹവും കാരുണ്യവും ഉണ്ടെങ്കിൽ ബാക്കി 99 നാളെ ഹിസാബിന്റെ സമയത്തേക്ക് സൃഷ്ടികളെ വിചാരണ ചെയ്യുന്ന സമയത്തേക്ക് കരുണ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കുന്നു. അത്രമാത്രം സൃഷ്ടികളോട് റഹ്മത്തുള്ളവരാണ് അവൻ. മലായികത്ത് സാക്ഷിയാണ്. മലായികത്ത് നിരന്തരമായി അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞല്ലോ, മലായികത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, റബ്ബനാ വസഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. അല്ലാഹുവേ, നിന്റെ അറിവും നിന്റെ റഹ്മത്തും എല്ലാ സൃഷ്ടികളിലേക്കും വിശാലമാക്കിയിരിക്കുന്നല്ലോ എന്ന് മലായികത്ത് ഇങ്ങനെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല മഹാന്മാരായ അമ്പിയാക്കൾ അവർ നിരന്തരമായി അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി പറയുന്നവരാണ്, കാരുണ്യത്തെ തേടുന്നവരാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാമിന്റെ വാക്ക് ഖുർആനിൽ അല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റബ്ബി ഗ്ഫിർ ലി വലി അഖി വഅദ്ഖിൽനാ ഫീ റഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹു എനിക്ക് എന്റെ സഹോദരനെ പുറത്തു തരണേ, നിന്റെ റഹ്മത്തിൽ നിന്ന് നീ പ്രവേശിപ്പിക്കണേ. കാരണം വഅൻത അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവൻ, ഏറ്റവും കരുണ ചെയ്യുന്നവൻ നീയാണ് റബ്ബേ എന്ന് മഹാനവറുകൾ പറയുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ റബ്ബ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് കുറച്ചു കാലം അകറ്റി നിർത്തി. വലിയ സംഭവമാണല്ലോ. എന്നാൽ മഹാനവറുകൾക്ക് വലിയ പ്രതീക്ഷ എന്താ? അല്ലാഹുവിന്റെ കാവൽ എന്റെ കുഞ്ഞിലേക്ക് എപ്പോഴും ഉണ്ടാകും. മഹാനവറുകൾക്കും പ്രതീക്ഷയായിരുന്നു, എന്റെ മോൻ ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു തആല എന്നിലേക്ക് തിരിച്ചു തരും. കാരണം ഫല്ലാഹു ഖൈറുൽ ഹാഫിള, ഏറ്റവും നല്ല കാവൽക്കാരനായ അല്ലാഹുവാണ്. വഹുവ അർഹമുർ റഹീമീൻ, അവൻ ഏറ്റവും വലിയ കരുണാവാരിധിയാണ് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക്. അതുകൊണ്ട് നമ്മളെപ്പോഴും അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ പറയുക എന്നുള്ളത് അത് പിഴച്ചവരുടെ ഒരു സ്വഭാവമാണ്. ഈമാനിൽ നിന്ന് തെറ്റിയവർക്കല്ലാതെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പ്രതീക്ഷ ഒരിക്കലും തീരൂല. മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുകയും ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നല്ലോ, അല്ലാഹുമ്മ റഹ്മതക അർജു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, നിന്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് എന്റെ കാര്യം എന്റെ ശരീരത്തിലേക്ക്, എന്റെ നഫ്സിലേക്ക് ഒരിക്കലും വിട്ടു നൽകരുത് എന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. മുഅ്മിനീങ്ങളുടെ ദുആ, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, നീ വശാലമായ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ. അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിക്കാൻ മാത്രമുള്ള ആ ഒരു ഉന്നതമായ പദവി നമുക്കില്ല. കാരണം നിരന്തരമായി അല്ലാഹുവോട് തെറ്റ് ചെയ്യുന്നവരാണ്, അല്ലാഹുവോട് നന്ദികേട് കാണിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹുവോട് പറയുക, നീ ഞങ്ങളിൽ നിന്ന് ഒന്നും അങ്ങോട്ട് ചെയ്തത് കൊണ്ടല്ല, നിന്നിൽ നിന്ന് ഓശാരമായി നീ ഓശാരമായി ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ എന്ന്. മാത്രമല്ല മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു തആല ഖുർആനിൽ ചോദിക്കുന്നതായി കാണാം. ഖുൽ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിർ റഹ്മാൻ. കാരുണ്യവാനായ റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് ആരാണ് രാപ്പകലുകൾ അങ്ങയെ തടുക്കാനുള്ള? അല്ലാഹുവിന്റെ കാരുണ്യമല്ലാതെ ആർക്കാണ് അല്ലാഹുവിന്റെ ശിക്ഷയെ തടുക്കാൻ സാധിക്കുക? അല്ലാഹുവിന്റെ റഹ്മത്തിന് മാത്രമാണ്. അതുകൊണ്ട് കാരുണ്യം ചെയ്യുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ്. മാത്രമല്ല വലിയ മാനുഷിക മൂല്യമാണ്. ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ സ്വഭാവമാണ് പരസ്പരമുള്ള കാരുണ്യം എന്നത്. ഒരു മനുഷ്യന് കാരുണ്യമില്ലെങ്കിൽ അവൻ പരാജിതനാണ്. റഹ്മത്ത് ഒരാളുടെ കൽവിൽ നിന്ന് ഉയരപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പരാജിതനിൽ നിന്ന് മാത്രമേ ഉയരപ്പെടുകയുള്ളൂ. മുഅ്മിനാണെങ്കിൽ, വിജയിയാണെങ്കിൽ അവന്റെ മനസ്സിൽ
ഞാൻ കാരുണ്യവാനാണ്. കുടുംബബന്ധത്തെ ഞാനാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല എന്റെ ഇസ്മിൽ നിന്നുള്ള ഒരു ഇസ്മ തന്നെയാണ് കുടുംബബന്ധത്തിന് ഞാൻ നൽകിയത്. റഹീം എന്നുള്ള റഹ്മാനിൽ നിന്ന് റഹീമിൽ നിന്നുള്ള ആ ഒരു പേര് തന്നെ നൽകിയത് ഞാനാണ്. കുടുംബബന്ധം എന്നത് അല്ലാഹു തആല നിശ്ചയിച്ച ബന്ധമാണ്. ഒരുപക്ഷേ വൈവാഹിക ബന്ധം ഒരുപക്ഷേ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പിരിയാൻ സാധിക്കും. എന്നാൽ കുടുംബബന്ധം അല്ലാഹു തആല നിശ്ചയിച്ചതിനെ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. ഉപ്പാപ്പ ഇളയപ്പ ഉപ്പാലമ്മമാര് ഇങ്ങനെ ഇതൊന്നും അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന ബന്ധമാണ്. ഒരിക്കലും നമുക്ക് മുറിക്കാൻ അധികാരമില്ല. അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അത്രയും ഗൗരവപ്പെട്ടതാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ ഒരിക്കലും കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ കടക്കൂല എന്നുള്ള ആ ഒരു വാക്കുകൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ എത്തിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും കരുണ ചെയ്യുക, എല്ലാവരോടും വിശാലമായ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാമുമായി എല്ലാവരോടും കരുണ ചെയ്യണം. ഭാര്യമാർക്ക് അതേപോലെ നമ്മുടെ മക്കൾക്ക് ഏറ്റവും സ്നേഹം നൽകി അവരെ നേർവഴിയിലാക്കേണ്ട ഒരു സ്വഭാവമാണ് കുടുംബക്കാരോട്. പണ്ടത്തെ പോലെയല്ല ഉപ്പായെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ പോയി. മറിച്ച് സ്നേഹത്തിലൂടെ ഭാര്യ മക്കളെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. സ്നേഹം നൽകണം. പലപ്പോഴും കുടുംബത്തിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തപ്പോഴാണ് പുറത്തു നിന്ന് ആരുടെയെങ്കിലും സ്നേഹം സമാധാനം ലഭിക്കുമ്പോൾ പലപ്പോഴും അവരുടെ കൂടെ നമ്മുടെ പെൺമക്കളും അതേപോലെ ഭാര്യമാരൊക്കെ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ആ കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും കാരുണ്യവും കരുതലും ലഭിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും അവർക്ക് പിഴച്ചു പോകുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും അല്ലാഹുവിന്റെ വലിയ കാരുണ്യത്തിന്റെ ഭാഗമാണ് നമുക്ക് വിശാലമായ മഴ നൽകുന്നതും അതേപോലെ മറ്റേ പ്രകൃതി സംബന്ധമായ എല്ലാ ഹൈറാത്തുകളും. അതുകൊണ്ട് മഴയെ തേടിയുള്ള നാട് ശനിയാഴ്ച 12 മണിക്ക് എല്ലാ പള്ളികളിലും വെച്ച് മഴയെ തേടിയുള്ള നിസ്കാരങ്ങളുടെ ക്രിയാടുന്നത് ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം ഫ്രീയുള്ളവർക്ക് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കണം. ചെയ്ത് കാണിച്ച വലിയ അങ്കലാണ് മഴയെ തേടിയുള്ള എല്ലാ നിസ്കാരം. ഡ്യൂട്ടിക്കിടയിലോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യാം? ആ ഒരു സുന്നത്ത് എപ്പോഴെങ്കിലും എനിക്ക് നമുക്ക് ലഭിക്കും. എല്ലാ സുന്നത്തുകളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ വലിയ അവസരമാണ്. നൽകുമാറാകട്ടെ. ഈ വിഷയം എല്ലാവർക്കും അറിയിച്ചു കൊടുക്കാം. നാളെ 11 മണിക്ക് മഴയെ തേടിയുള്ള നിസ്കാരമുണ്ട്. അങ്ങനെ പരമാവധി നമ്മൾ അറിയിച്ചുകൊണ്ട് പള്ളികളിൽ പങ്കെടുക്കുക. നൽകുമാറാകട്ടെ.
ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളും അതിന്റെ സന്താനങ്ങളും എല്ലാവരും ശിഫതൽ നീ ലോകോട് പരീക്ഷിച്ചവർക്ക് പരിപൂർണ്ണ ശിഫയും ആഫിയത്തും സലാമത്തും നീ പ്രദാനം ചെയ്യണമേ. എല്ലാവരുടെയും തരണമേ. എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണമേ. അല്ലാഹുവേ നിന്റെ റഹ്മത്തായി ഞങ്ങൾക്ക് നീ മഴ നൽകണമേ. നാഫിയായ അല്ലാഹുവിന് ഉപകാരപ്പെടുന്ന രീതികൾ നൽകണമേ. അല്ലാഹുവിനെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരന്മാരും കുടുംബക്കാരെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ. ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശരിയറിയിക്കപ്പെടുന്ന വിശാലമാക്കണേ. അവരുടെ മകനും പഠിപ്പിച്ച എല്ലാ അറിവുകളും ഖുർആനിന്റെ വാക്കുകളും ഹർഫുകളും അതിന്റെ ഒക്കെ വിശദമാകുന്നതായ കാര്യങ്ങളിലെ എത്തിച്ചു കൊടുക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രവർത്തകരും ചെറുതും വലുതുമായ നമ്മളോട് പ്രയാസപ്പെടുന്നവരെല്ലാം അല്ലാഹു ശിഫ നൽകണമേ. ആഫിയത്ത് നൽകണമേ. وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل